SSC CHSL നോട്ടിഫിക്കേഷൻ 2024 അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 8 ഏപ്രിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 7 ഏകദേശം ഒരു മാസത്തോളം സമയം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ Tier 1 ഷെഡ്യൂൾ ഓഫ് Tier 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുന്നത് ജൂണിലോ ജൂലൈ ഈ വർഷം തന്നെ നടക്കും. CHSL വഴി ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഗ്രൂപ്പ് C പോസ്റ്റ് എന്ന് പറയുന്നത് LDC ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ്. ടെൻറ്റേറ്റീവ് വേക്കൻസീസ് പറഞ്ഞിരിക്കുന്നത് 3712 അതേപോലെ ഏജ് ലിമിറ്റ് ആസ് ഓൺ August 1, 2024 18 നും 27 വയസ്സിനിടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏജ് റിലാക്സേഷൻ ചില കാറ്റഗറീസിന് അവൈലബിൾ ആണ്. നമുക്ക് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ജനറലി 12th സ്റ്റാൻഡേർഡ് അഥവാ +2 ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. എന്നാൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A 2 മിനിസ്ട്രിയിൽ, അതായത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഈ പറയുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 12th സ്റ്റാൻഡേർഡ് വിത്ത് സയൻസ് സ്ട്രീമാണ്. സയൻസ് സ്ട്രീം പഠിച്ചിരിക്കണം എന്ന് മാത്രമല്ല മാത്തമാറ്റിക്സ് അതിനകത്തൊരു സബ്ജക്റ്റ് ആയിരിക്കും വേണം. കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 12th ക്ലിയർ ചെയ്തത് അല്ലെങ്കിൽ ആ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് August 1 ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഓൾറെഡി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ നേരെ അപ്ലൈ ചെയ്താൽ മതി. ഇനി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. SSCയുടെ പുതിയ വെബ്സൈറ്റായ ssc.gov.in ആ വെബ്സൈറ്റിൽ വേണം OTR ചെയ്യാനായിട്ട്. അതിനുശേഷം CHSL എക്സാമിന് അപ്ലൈ ചെയ്യുക. ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് ലൈവ് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നല്ല ലൈറ്റും അതേപോലെ തന്നെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്ത് ഫോട്ടോ എടുക്കുക. അതേപോലെ തന്നെ ഐ ലെവലിലാണ് ഫോട്ടോ എടുക്കേണ്ടത്. ആൻഡ് ഗ്ലാസസോ സ്പെക്ടിക്കൽസോ ക്യാപ്പോ ഒന്നും വെയർ ചെയ്യാതെ വേണം ഫോട്ടോ എടുക്കാനായിട്ട്. ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ്. വിമൻ കാൻഡിഡേറ്റ്സ്, അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർ, അതേപോലെ തന്നെ എക്സ് സർവീസ്മെൻ, ഇവർക്കൊന്നും തന്നെ ഫീ പേയ്മെൻറ്റ് വരുന്നില്ല. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആണ്. അതായത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗം തെറ്റായിപ്പോയി അത് തിരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സമയം കിട്ടുന്നത് 10 11 മെയിലാണ് വരുന്നത്. പക്ഷേ ഇതിൽ ചാർജ് ഈടാക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ തവണ കറക്ഷൻ ചെയ്യാനാണെങ്കിൽ 200 രൂപയും രണ്ടാമത്തെ തവണ കറക്ഷൻ ചെയ്യാനായിട്ട് 500 രൂപയുമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കറക്റ്റായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ കേരളത്തിൽ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരമാണ് വരുന്നത്. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 സെൻറ്റേഴ്സ് പ്രയോറിറ്റി വൈസ് നമ്മൾ കൊടുക്കണം. അതും സെയിം റീജിയണിൽ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുക. Tier 1 അതേപോലെ തന്നെ Tier 2 2 സ്റ്റേജസ് ഓഫ് എക്സാം ആണ്. രണ്ടും CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. Tier 1 എക്സാം നമുക്ക് സാധാരണ CGL എക്സാം ഉള്ളതുപോലെ തന്നെയാണ്. ഇംഗ്ലീഷും ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഇത്രയുമാണ് ആ സെക്ഷനിൽ വരുന്നത്. 25 വീതം ചോദ്യങ്ങളാണ് വരുന്നത്. ഓരോ ചോദ്യത്തിനും 2 മാർക്കാണ്. അതായത് ഓരോ സെക്ഷനും 50 മാർക്കാണ് വരുന്നത്. 1 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്ന സമയം. അതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, ശ്രദ്ധിക്കുക. 0.50 ആണ്. അതായത് 1/4 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഇനി Tier 2 എക്സാമിൻ്റെ സ്കീം എങ്ങനെയാണെന്ന് നോക്കാം. Tier 2 എക്സാം 2 സെഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെഷൻ 1 അതേപോലെ തന്നെ സെഷൻ 2. സെഷൻ 1 ഒബ്ജക്റ്റീവ് CBT എക്സാം ആണ് വരുന്നത്. സെഷൻ 2 എന്ന് പറയുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. രണ്ടും ഒരു ദിവസമാണ് എക്സാം നടക്കുന്നത്. സെഷൻ 1 വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം അതേപോലെ തന്നെ സെക്ഷൻ 3ഉം. സെക്ഷൻ 1 എന്ന് പറയുന്നത് മാത്സും റീസണിങ്ങുമാണ് വരുന്നത്. 30 വീതം ചോദ്യങ്ങളാണ്. 60 ചോദ്യം, ഓരോ ചോദ്യത്തിനും 3 മാർക്ക്. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 180 ആണ്. 1 മണിക്കൂർ സമയമാണ് കിട്ടുന്നത്. രണ്ടാമത്തെ സെക്ഷൻ 2ൽ ഇംഗ്ലീഷ് ലാംഗ്വേജും അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സും ആണ്. 60 ചോദ്യങ്ങളാണ് ടോട്ടൽ വരുന്നത്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 40 ചോദ്യങ്ങളാണ് വരുന്നത്. ഓരോ ചോദ്യത്തിനും 3 മാർക്കാണ്. 60 × 3 180 മാർക്സാണ് വരുന്നത്. വീണ്ടും സമയം 1 മണിക്കൂറാണ് വരുന്നത്. ഇനി ഇതൊന്നും കൂടാതെ ഒരു സെക്ഷൻ 3 ഉണ്ട്. സെക്ഷൻ 3ൽ വരുന്നത് കമ്പ്യൂട്ടർ നോളജ് ആണ് വരുന്നത്. 15 ക്വസ്റ്റ്യൻസ്, 15 ചോദ്യങ്ങളാണ് വരുന്നത്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക്, 45 മാർക്സാണ് വരുന്നത്. സമയം 15 മിനിറ്റാണ്. അങ്ങനെയാണ് ടോട്ടൽ സെഷൻ 1ൻ്റെ സമയം എന്ന് പറയുന്നത് 2.25 മണിക്കൂർ വരുന്നത്.
Tier 2 നെഗറ്റീവ് മാർക്സ് ശ്രദ്ധിക്കുക, 1/3 ആണ് വരുന്നത്. അതായത് 1 മാർക്ക് വീതമാണ് നഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്, സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് നിർബന്ധമാണ്, കമ്പൽസറിയാണ്. പക്ഷേ അത് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. അതായത് മെറിറ്റ് ലിസ്റ്റ് നോക്കുമ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. Tier 2 സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം മാത്രം, അത് രണ്ടിൻ്റെ മാർക്സിൻ്റെ ബേസിസിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്കിൽ ടെസ്റ്റ് 3 തരത്തിലുള്ളതാണ്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. അതിൽ പാർട്ട് എയുടെ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ ഫുഡ് ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ വരുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് 15 മിനിറ്റിനുള്ളിൽ 3700 to 4000 കീ ഡിപ്രഷൻസ് ആണ് പറയുന്നത്. അതായത് അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ വേണം. പാർട്ട് ബിയിൽ പറയുന്നതും 15 മിനിറ്റ്സിൽ, അതായത് മറ്റ് DO ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് ഇൻ അതർ ഗ്രേഡ് എ എക്സെപ്റ്റ് നേരത്തെ പറഞ്ഞ മിനിസ്ട്രി അല്ലാത്ത മിനിസ്ട്രിയിലാണെങ്കിൽ അതിൻ്റെ സ്പീഡ് പറയുന്നത് വീണ്ടും 15 മിനിറ്റ്സിൽ 2000 മുതൽ 2200 കീ ഡിപ്രഷൻസ് വരെയാണ് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അത്രയും സ്പീഡ് വേണ്ടെങ്കിലും ഇവിടെയും അത്യാവശ്യം സ്പീഡ് പറയുന്നുണ്ട്. അതായത് DO അപ്ലൈ ചെയ്ത ഒരാൾക്ക് നല്ല സ്പീഡ് വേണം, നന്നായിട്ട് തന്നെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി LDC അല്ലെങ്കിൽ JSA പോസ്റ്റുകൾക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10 മിനിറ്റ് എക്സാം പറയുന്നുള്ളൂ. 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് സ്പീഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് വെറും LDC JSA മാത്രം അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതേപോലെ പോസ്റ്റ് പ്രിഫറൻസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോഴേ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫൈനൽ റിസൾട്ടിൻ്റെ ഡിക്ലറേഷന് മുമ്പ് വെബ്സൈറ്റിൽ ഈ ഒരു ഫോം വരും. ആ സമയത്ത് മാത്രം പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്താൽ മതി. അതേപോലെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ റെഡിയായി നിൽക്കേണ്ടത് ഫൈനൽ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അതാത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റോ ഓർഗനൈസേഷനോ ആയിരിക്കും നടത്തുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് Tier 2 എക്സാമിൻ്റെ ബേസിസിലാണ്. സോ Tier 2 നമുക്ക് നല്ല കോമ്പറ്റീഷൻ വരുന്നത്. Tier 1 ക്ലിയർ ചെയ്യണം, പക്ഷേ Tier 2 എക്സാമിൻ്റെ ബേസിസിലും അതിൽ തന്നെ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. കമ്പ്യൂട്ടർ ടെസ്റ്റിൻ്റെ കാര്യം അത് ക്വാളിഫയിങ് മാത്രമാണ്, അത് പാസ്സാവണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മാർക്സ് മെറിറ്റ് ലിസ്റ്റിൽ കൂട്ടുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകൂ. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ ഇരുന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്